ഇന്ന് ജൂൺ 16, 2015 ചൊവ്വാഴ്ച. മലയാള മാസം 1190 മിഥുനം 1. മെയിനായിട്ടുള്ളൊരു ന്യൂസ് ഉള്ളത്, പ്രവേശന പരീക്ഷ റദ്ദാക്കി. അഖിലേന്ത്യാ മെഡിക്കൽ പ്രവേശന പരീക്ഷ റദ്ദാക്കി. ഒരു മാസത്തിനുള്ളിൽ വീണ്ടും പരീക്ഷ എന്നൊരു ന്യൂസാണ്. സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ മെയ് 3 നടത്തിയ അഖിലേന്ത്യാ മെഡിക്കൽ പ്രവേശന പരീക്ഷ സുപ്രീം കോടതി റദ്ദാക്കി. ഒരു മാസത്തിനുള്ളിൽ പരീക്ഷ വീണ്ടും നടത്താനും ജസ്റ്റിസ് R.K. അഗർവാളും ജസ്റ്റിസ് അമിത വറോയും അടങ്ങിയ അവധിക്കാല ബെഞ്ച് ഉത്തരവായി. ഹരിയാനയിൽ ഈ പരീക്ഷയുടെ ചോദ്യപേപ്പർ പുറത്തായെന്ന വാർത്തയെ തുടർന്ന് പരീക്ഷ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു സംഘം വിദ്യാർത്ഥികളാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. 6.3 ലക്ഷം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. രാജ്യത്ത് ആകെയുള്ള 15% പ്രവേശനം നടത്തേണ്ടത് ഈ പരീക്ഷാ വിജയികളിൽ നിന്നാണ്. ഇതോടെ ഈ വർഷത്തെ മെഡിക്കൽ പ്രവേശനം വൈകുമെന്ന് ഉറപ്പായി. ആദ്യമായാണ് അഖിലേന്ത്യാ മെഡിക്കൽ പ്രവേശന പരീക്ഷ കോടതി റദ്ദാക്കുന്നത്. പരീക്ഷ വീണ്ടും നടത്തുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ലെന്ന് വിധിയിൽ സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. ചോദ്യപേപ്പർ ചോർന്നുവെന്ന് ചുരുങ്ങിയത് 9 സംസ്ഥാനങ്ങളിലെ ഒട്ടേറെ വിദ്യാർത്ഥികൾക്ക് അത് ലഭിച്ചുവെന്നും അന്വേഷണത്തിൽ വ്യക്തമായി കഴിഞ്ഞു. ഒരൊറ്റ വിദ്യാർത്ഥിക്ക് മാത്രമാണ് ഇങ്ങനെ ക്രമക്കേട് വഴി നേട്ടമുണ്ടായതെങ്കിൽ പോലും അത് അർഹരായ വിദ്യാർത്ഥികൾക്ക് അവസരം നിഷേധിക്കുന്നതിന് തുല്യമാണ്. പരീക്ഷയുടെ വിശ്വാസ്യതയും ചോദ്യം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. അതിനാൽ പരീക്ഷ റദ്ദാക്കാതിരിക്കുന്നത് ശരിയായി പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളോട് കാട്ടുന്ന അനീതിയാവുമെന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ന്യൂസ് പോയിരിക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ 180 സീറ്റുകളെ ബാധിക്കുമെന്നും പറഞ്ഞിട്ട് ന്യൂസ് കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം സുപ്രീം കോടതി വിധി കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ 180ഓളം MBBS സീറ്റുകളെ നേരിട്ടും മറ്റു സീറ്റുകളെ പരോക്ഷമായും ബാധിക്കും. കഴിഞ്ഞ വർഷം കേരളത്തിൽ ഏകദേശം 180 സീറ്റാണ് അഖിലേന്ത്യാ കോട്ടയിൽ ഉണ്ടായിരുന്നത്. ഇത്തവണയും അത്രയും സീറ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ 15% സീറ്റ് അഖിലേന്ത്യാ കോട്ടയിലേക്ക് നീക്കിവെച്ച ശേഷമുള്ള സീറ്റിലാണ് പ്രവേശന പരീക്ഷാ കമ്മീഷണർ അലോട്ട്മെന്റ് നൽകുന്നത്. അഖിലേന്ത്യാ തലത്തിൽ 3 അലോട്ട്മെന്റ് പൂർത്തിയാക്കിയ ശേഷം എല്ലാ വർഷവും 25 മുതൽ 50 വരെ സീറ്റ് തിരികെ ലഭിക്കാറുണ്ട്. ഇത് 3ാമത്തെ അലോട്ട്മെന്റ് സമയത്ത് പ്രവേശന പരീക്ഷാ കമ്മീഷണർ നികുത്തുകയാണ് പതിവ് എന്നും പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ മുതിർന്ന പൗരന്മാർക്ക് ഇനി പ്രിവിലേജ് കാർഡ് കടകളിൽ വിലയിളവ് എന്നൊരു ന്യൂസ് ഉണ്ട്. കോഴിക്കോട് മുതിർന്ന പൗരന്മാർക്ക് കടകളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുമ്പോൾ വിലയിൽ ഇളവ് നൽകാൻ പദ്ധതി വരുന്നു. വ്യാപാരികളുടെ സഹകരണത്തോടെയാണ് മുതിർന്ന പൗരന്മാർക്ക് പ്രിവിലേജ് കാർഡ് ഏർപ്പെടുത്താൻ സാമൂഹിക നീതി വകുപ്പ് ആലോചിക്കുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിൽ കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലാകും ആദ്യം നടപ്പിലാക്കുക. പ്രിവിലേജ് കാർഡുള്ളവർ കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങുമ്പോൾ വിലയിൽ ഇളവ് ലഭിക്കും. എന്നാൽ കാർഡ് ഉടമ നേരിട്ടെത്തുമ്പോൾ മാത്രമേ സൗജന്യം ലഭിക്കും എന്ന് പറഞ്ഞിട്ട് ആണ് ന്യൂസ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ എഞ്ചിനീയർ പ്രവേശനം റാങ്ക് പട്ടിക ഇന്ന് എന്നും പറഞ്ഞു കൊടുത്തിരിക്കുന്നു. എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ബിരുദ കോഴ്സുകളിലേക്കുള്ള റാങ്ക് പട്ടികകൾ ഇന്ന് 12:30 പ്രസിദ്ധീകരിക്കും. ഇന്ന് വൈകിട്ട് മുതൽ 23 വരെ പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ വെബ്സൈറ്റിൽ ഓൺലൈൻ ഓപ്ഷൻ നൽകാം എന്നും പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ റബ്ബർ 150 രൂപ ഉറപ്പാക്കാൻ കേരളം 500 കോടി കേന്ദ്ര സഹായം തേടി എന്ന് പറഞ്ഞൊരു ന്യൂസാണുള്ളത്. ന്യൂഡൽഹി റബ്ബറിന് കിലോയ്ക്ക് 150 രൂപയെങ്കിലും ഉറപ്പു നൽകുന്ന പ്രൈസ് സപ്പോർട്ട് സബ്സിഡി സ്കീം നടപ്പാക്കുന്നതിന് കേരളം 500 കോടിയുടെ കേന്ദ്ര സഹായം തേടി. കേന്ദ്ര സർക്കാരിന്റെ വില സ്ഥിരത ഫണ്ടിൽ നിന്നും തുക നൽകണമെന്നാണ് ആവശ്യം. കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ മന്ത്രി KM മാണിയാണ് ആവശ്യങ്ങളടങ്ങിയ നിവേദനം നൽകിയത് എന്നും പറഞ്ഞിട്ട് ന്യൂസ് കൊടുത്തിരിക്കുന്നു. അതുപോലെ നഴ്സിംഗ് തട്ടിപ്പ്, പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസ് ലോറൻസ് അറസ്റ്റിൽ എന്നൊരു ന്യൂസും കൂടിയുണ്ട്. കൊച്ചി നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് കേസിലെ മുഖ്യപ്രതി പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസ് അഡോൾഫ് ലോറൻസിനെ CBI അറസ്റ്റ് ചെയ്തു. വിവിധ ഏജൻസികൾ നഴ്സുമാരിൽ നിന്നും നിയമവിരുദ്ധമായി വൻതുക വാങ്ങി റിക്രൂട്ട്മെന്റ് നടത്തിയത് അഡോൾഫസിന്റെ സഹായത്തോടെയാണെന്ന് വിലയിരുത്തിയതിനെ തുടർന്നാണ് കൊച്ചിയിലെ ഓഫീസിലെത്തിയാണ് അറസ്റ്റ് ചെയ്തത്. ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നും പറഞ്ഞിട്ട് ന്യൂസ് കൊടുത്തിരിക്കുന്നു. അതുപോലെ മറ്റൊരു ന്യൂസ് ഉള്ളത്, കരിപ്പൂർ സംഘർഷം 1ാം പ്രതി അറസ്റ്റിൽ എന്നൊരു ന്യൂസാണ് കൊടുത്തിരിക്കുന്നത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ അഗ്നിരക്ഷാ സേനാംഗങ്ങളും CISF ഉദ്യോഗസ്ഥരും തമ്മിലുണ്ടായ സംഘർഷവും ജവാൻ SS യാദവിന്റെ മരണവും സംബന്ധിച്ച കേസിൽ 1ാം പ്രതിയായ ഫയർഫോഴ്സ് സൂപ്പർവൈസർ അജി കുമാറിനെ അറസ്റ്റ് ചെയ്തു. കേസ് അന്വേഷിക്കുന്ന കൊണ്ടോട്ടി CIB സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നലെ രാവിലെ കോഴിക്കോട് MIMS ആശുപത്രിയിലെത്തിയാണ് സംഘർഷത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് എന്നും പറഞ്ഞിട്ട് ന്യൂസ് ഉണ്ട്. അതുപോലെ നമുക്ക് നമ്മുടെ ദുബായിലെ പ്രധാനപ്പെട്ട UAE വാർത്തകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദുബായിലെ വാർത്തയിൽ മെയിൻ ആയിട്ടുള്ളത് പൊതുഗതാഗതത്തിന് റംദാൻ സമയക്രമം എന്നൊരു ന്യൂസാണ് കൊടുത്തിരിക്കുന്നത്.
സ്വകാര്യ മേഖലയിൽ ജോലി സമയം 2 മണിക്കൂർ കുറച്ചു. റംദാൻ പ്രമാണിച്ച് ചെറു സംരംഭങ്ങളിലെയും സ്ഥാപനങ്ങളിലെയും സ്വകാര്യ സ്ഥാപനങ്ങളിലെയും പ്രവർത്തന സമയം 2 മണിക്കൂർ കുറച്ചു. വേതനത്തിൽ യാതൊരു കുറവും വരുത്താതെയാണ് നടപടിയെന്ന് UAE തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. നിലവിലുള്ള ചട്ടങ്ങൾ അനുസരിച്ചാണ് ഇത് നടപ്പാക്കുന്നതെന്നും നിയമമന്ത്രി സഗർ ഗബാഷ് പറഞ്ഞു. അതേസമയം തൊഴിൽ മന്ത്രാലയം വെള്ളി ശനി ദിവസങ്ങളിലൊഴികെ റംദാൻ കാലത്ത് രാവിലെ 9 മുതൽ 5:30 വരെ പ്രവർത്തിക്കും. സൗകര്യപ്രദമായ സമയക്രമം നടപ്പാക്കാൻ മന്ത്രാലയം തൊഴിലുടമകളോട് അഭ്യർത്ഥിച്ചു എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നു. അതിന്റെ ന്യൂസ് തന്നെ വിശുദ്ധ റംദാനിൽ പൊതുവാഹനങ്ങൾക്ക് RTA സമയക്രമം പ്രഖ്യാപിച്ചു. കസ്റ്റമർ സർവീസ് സെന്റർ, കാർ പാർക്കുകൾ, പൊതു ബസ്സുകൾ, ദുബായ് മെട്രോ, ദുബായ് ട്രാം, ജലഗതാഗത മാർഗങ്ങൾ, ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, വെഹിക്കിൾ ടെസ്റ്റിംഗ്, രജിസ്ട്രേഷൻ കേന്ദ്രങ്ങൾ തുടങ്ങിയവയ്ക്ക് സമയക്രമം ബാധകമാണ്. മറ്റു മാസങ്ങളിൽ നിന്ന് ജീവിത രീതി വ്യത്യാസപ്പെടുന്നതിലാണ് പരിശുദ്ധ റംദാനിൽ പ്രത്യേക സമയക്രമത്തിൽ സേവനങ്ങൾ നൽകുന്നതെന്ന് RTA മാർക്കറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ മൗസ സായിദ് അൽമറി പറഞ്ഞു. വ്യത്യസ്ത സമയങ്ങളിലായാണ് കസ്റ്റമർ സർവീസ് കേന്ദ്രങ്ങളുടെ പ്രവർത്തനം. ഉമ്മുൽ റമൂൽ, ബർഷെ, ദേര, കരാമ സെന്ററുകളിൽ രാവിലെ 9 മുതൽ 2 വരെ പ്രവർത്തിക്കും. തവാർ, മനാറ, അവീർ സെന്ററുകൾ 9 മുതൽ 5 വരെയും ജുമൈറ സെന്റർ 10 മുതൽ 3 വരെയും പ്രവർത്തിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതിന്റെ ന്യൂസ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ മറ്റൊരു ന്യൂസ് ഉള്ളത് പെട്ടെന്നുണ്ടായ ഗർത്തം ആശങ്ക പരത്തി എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസാണ്. ഷാർജ ദിവസവും 100 കണക്കിന് പേർ പെരുമാറുന്ന ഭാഗത്ത് പെട്ടെന്ന് തന്നെ ഗർത്തം രൂപപ്പെട്ടത് സമീപവാസികളെ ആശങ്കയിലാഴ്ത്തി. റോള അൽഗുവൈർ മാർക്കറ്റിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന പഞ്ചാബ് റെസ്റ്റോറന്റിന്റെ മുൻവശമാണ് ആഴമുള്ള കുഴി പ്രത്യക്ഷപ്പെട്ടത്. മലപ്പുറം സ്വദേശി അബ്ദുൾ റഹ്മാൻ ഹാജിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. റെസ്റ്റോറന്റിന്റെ മുൻവശത്ത് തണൽ വിരിക്കാൻ 2 കുറ്റിൻ മരങ്ങളുമുണ്ട്. ഈ മരത്തിന്റെ തണലിൽ സമയം ചെലവഴിക്കാൻ ദിവസവും നിരവധി പേർ എത്തുന്നു. അതുകൊണ്ട് തന്നെ സദാസമയവും ഇവിടെ ആൾപെരുമാറ്റവും ഉണ്ടാകും. ആവശ്യക്കാർക്കായി ഈ ഭാഗത്ത് മേശയും കസേരയും ഒരുക്കിയിട്ടുണ്ട്. മലയാളികളും പാകിസ്ഥാനികളും ഒരുപോലെ സൊറ പറഞ്ഞിരിക്കുന്ന കേന്ദ്രം കൂടിയാണിത് എന്നും പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ മറ്റൊരു ന്യൂസ് ഉള്ളത് ഇന്ത്യയിലെ മാഗി സുരക്ഷിതമെന്ന് വീണ്ടും നെസ്ലയുടെ അഭിപ്രായത്തിലുള്ള ഒരു ന്യൂസാണ് കൊടുത്തിട്ടുള്ളത്. ഇന്ത്യയും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ഇറക്കുന്ന മാഗി നൂഡിൽസ് അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ സുരക്ഷിതമാണെന്ന അവകാശവാദവുമായി വീണ്ടും നെസ്ലെ എന്ന് പറഞ്ഞിട്ടാണ് അതിന്റെ ന്യൂസ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ മറ്റൊരു ന്യൂസ് സൗദിയിൽ റിക്രൂട്ട്മെന്റ് സ്ഥാപനങ്ങളിലും നിദാഖത്ത് നടപ്പാക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസാണ് കൊടുത്തിരിക്കുന്നത്. ജിദ്ദ റിക്രൂട്ട്മെന്റ് സ്ഥാപനങ്ങളിലും നിദാഖത്ത് നിയമം ഏർപ്പെടുത്താൻ സൗദി ഒരുങ്ങുന്നു. സ്വദേശിവൽക്കരണം നടപ്പാക്കുന്നതിന്റെ വിവിധ സേവനങ്ങളുമായി ബന്ധപ്പെട്ട സർക്കാർ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിന്റെയും അടിസ്ഥാനത്തിൽ റിക്രൂട്ടിംഗ് കമ്പനികളെ തരം തിരിക്കുന്ന പദ്ധതി ഉടൻ ആവിഷ്കരിക്കുമെന്നും സൗദി തൊഴിൽ മന്ത്രാലയ വക്താവ് അറിയിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലൊരു ന്യൂസ് ഇന്ന് മാസപ്പിറവി നോക്കണമെന്ന് സൗദി സുപ്രീം കോടതി എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നു. റംസാൻ വ്രതാരംഭം നിശ്ചയിക്കുന്നതിനായി ഇന്ന് മാസപ്പിറവി ദൃശ്യമാണോ എന്ന് നിരീക്ഷിക്കാൻ സൗദി സുപ്രീം കോടതി രാജ്യത്തെ ജനങ്ങളുടെ ആഹ്വാനം ചെയ്തു. മാസപ്പിറവി കുറിക്കുന്ന ചന്ദ്രകല നേരിൽ കാണുന്നവർ ഏറ്റവും അടുത്ത കോടതിയിലോ ബന്ധപ്പെട്ട അധികൃതരെയോ സമീപിച്ച് സാക്ഷ്യപ്പെടുത്തണമെന്നും അറിയിപ്പിൽ വ്യക്തമാക്കി എന്നും പറഞ്ഞു കൊടുത്തിരിക്കുന്നു. ഇന്ന് മാസപ്പിറവി ദൃശ്യമാകുന്ന പക്ഷം റംസാൻ വ്രതത്തിന് നാളെ തുടക്കമാകും, അല്ലെങ്കിൽ വ്യാഴാഴ്ചയാകും റംസാൻ ആരംഭം എന്നും പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നു. അതുപോലെ റംസാനിൽ സ്വകാര്യ മേഖലയിലും ജോലി ഇളവ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുപോലെ മറ്റു ന്യൂസിലേക്ക് പോവുകയാണെങ്കിൽ ട്രാഫിക് പിഴ റാസൽ ഖൈമയിൽ 50% വരെ ഇളവ് അനുവദിക്കുമെന്നൊരു ന്യൂസാണ് കൊടുത്തിട്ടുള്ളത്. റോഡ് ക്യാമറകൾ പകർത്തിയ നിയമലംഘനങ്ങൾക്കുള്ള പിഴയിലാണ് ഇളവ്. ട്രാഫിക് പിഴ സംഖ്യയിൽ 50% വരെ ഇളവ് അനുവദിക്കാൻ റാസൽ ഖൈമയിൽ തീരുമാനം. പിഴയടയ്ക്കാനുള്ള കാലാവധിക്ക് അനുസരിച്ചാണ് ഇളവിന്റെ തോത് നിശ്ചയിക്കുക. 50 ദിവസങ്ങൾക്കാണെങ്കിൽ അകമാണെങ്കിൽ മൊത്തം സംഖ്യയുടെ പകുതി അടച്ചാൽ മതി. പിഴ രേഖപ്പെടുത്തിയ ദിവസം മുതലാകും കാലാവധി കണക്കാക്കുക. 80 ദിവസം വരെ 30% ഇളവ് എന്നും പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ന്യൂസുകൾ. കാരണം UAE ന്യൂസുകൾ നമ്മൾ അധികവും കവർ ചെയ്തു തന്നെയാണ് വിശ്വാസം. പിന്നെ എല്ലായിടത്തും ഇത് തന്നെയാണ് സമയക്രമം, അതുപോലെ ഉച്ചവിശ്രമം കൊടുത്തു, അതുപോലെ അത് ബന്ധപ്പെട്ട ന്യൂസുകൾ തന്നെയാണ് അധികവും നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ റംസാനെ വരവേൽക്കാൻ കാർട്ടൂൺ സ്റ്റിക്കറുമായി ഫേസ്ബുക്ക് എന്നൊരു ന്യൂസ് കൂടിയുണ്ട്. അബുദാബി നാടെങ്ങും വിശുദ്ധ റംസാനെ വരവേൽക്കാൻ ഒരുങ്ങുമ്പോൾ കാർട്ടൂൺ സ്റ്റിക്കറുകളുമായി ഫേസ്ബുക്കും രംഗത്ത്. സ്വദേശി ആനിമേറ്റഡ് ടെലിവിഷൻ പരമ്പരയായ ഫ്രീസിലെ കഥാപാത്രങ്ങളെ ഉൾക്കൊള്ളിച്ചാണ് ഫേസ്ബുക്ക് സ്റ്റിക്കറുകൾക്ക് രൂപം നൽകിയിരിക്കുന്നത്. ഫേസ്ബുക്ക് മെസ്സഞ്ചർ ആപ്പിൽ നിന്നും ഈ കാർട്ടൂൺ സ്റ്റിക്കറുകൾ ഡൗൺലോഡ് ചെയ്യാനും ഫേസ്ബുക്ക് അധികൃതർ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടാണ് ന്യൂസ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ മറ്റൊരു ന്യൂസ്
ദുബായ് പുതിയ സംരംഭങ്ങളിലേക്ക് എന്ന് പറഞ്ഞിട്ടാണ്. പുതിയ സംരംഭങ്ങളിലേക്ക് നീങ്ങുകയാണെന്ന് ദുബായ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ അലി ഇബ്രാഹിം പറഞ്ഞു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട് ഓഫ് ഇന്ത്യ ദുബായ് ചാപ്റ്ററിന്റെ 33ാം വാർഷികം അന്താരാഷ്ട്ര സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഇദ്ദേഹം എന്നുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ന്യൂസ്. ഇപ്പോൾ നമ്മുടെ ഹലോ ഗുഡ് മോർണിംഗിൻ്റെ സമയം ഇപ്പോൾ കഴിയാറായിരിക്കുകയാണ്. വീണ്ടും നമുക്ക് നാളെ ഇതുപോലെ ഒരുപാട് വിശേഷങ്ങളുമായിട്ട് കാണാം. നന്ദി, നമസ്കാരം.